ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും അറിയാത്തവരായിട്ട് ഇന്നാരും തന്നെയില്ല. വയറിലുണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ, അതായത് ആഹാരത്തിൻ്റെ ദഹനക്കേട്, അതുപോലെ ഗ്യാസ്ട്രിറ്റിസ് കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുക, അൾസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക, അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടുന്നതിന് ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീര ഒത്തിരി നല്ലതാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നേഴ്സറികളിലൊന്നും തന്നെ നമുക്കതിൻ്റെ തൈകളൊന്നും കിട്ടാനില്ലേ. അപ്പോൾ ഞാനിതുപോലൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഈ പൊന്നാങ്കണ്ണി ചീര വളർത്തുന്നത് കണ്ടുകൊണ്ട് അവരെനിക്ക് ഒരു പിടി പൊന്നാങ്കണ്ണി ചീരയുടെ തൈകൾ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതേപോലെ വെച്ച് കണ്ടോ വളർത്തിയെടുത്തിട്ടുണ്ട്. നല്ല വെയിലത്താണ് ഈ ചെടി നിൽക്കുന്നതെങ്കിൽ കണ്ടോ നല്ല കളറ് വരും. തണലത്താണ് നിൽക്കുന്നതെങ്കിൽ ഇലകൾ ചെറിയ പച്ച നിറത്തിലേക്ക് വരും. അപ്പോഴും ഈ ഇലയുടെ അടിയിൽ നല്ല ചുവപ്പ് നിറം തന്നെ ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ പൂക്കൾ കണ്ടോ, ചെറിയ ചെറിയ പൂക്കൾ അങ്ങോട്ട് എടുത്ത് കാണാനും മാത്രമുള്ള വലിപ്പത്തിലുള്ള പൂക്കളല്ല. അതുപോലെ ചെടി അങ്ങ് കണ്ടമാനം പൊക്കത്തിൽ വളർന്നു പോകത്തുമില്ല. അതൊക്കെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു പ്രത്യേകതകളാണ്. അപ്പോൾ ഇതേപോലെ എനിക്ക് കുറച്ച് പൊന്നാങ്കണ്ണി ചീര കിട്ടിയപ്പം ഞാൻ ഇത്രയും കൊണ്ട് നമുക്കൊരു കറി വെക്കാനായിട്ടൊന്നും തികയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ തൈകൾ വളർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ സൈഡിലുള്ള റോസ കണ്ടോ, വ്യത്യാസപ്പെട്ട ഇനത്തിലുള്ള ഈ പൂക്കളൊക്കെ നമുക്കങ്ങ് കണ്ടുപോകാം. ഇതൊക്കെ വെട്ടിക്കളയാറായതാണ്. ഇത് വെട്ടിക്കളഞ്ഞാൽ ഇതുപോലെ വരുന്ന നാമ്പുകളിൽ പെട്ടെന്ന് പൂക്കളുണ്ടാകത്തുള്ളൂ. അതുപോലെ ഇതുണ്ടോ ബട്ടൺ റോസ് ഉണ്ടായിരിക്കുന്നുണ്ടോ. അതുപോലെ ഈ വെള്ള റോസ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണുമ്പോൾ നന്നായിട്ട് നിന്നിരുന്നതാണ്. അപ്പോൾ ഇനി ഇത് വെട്ടിക്കളയണം. അപ്പോഴേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു നാമ്പുകളൊക്കെ വരുന്നുണ്ട്. അതേലും ഇതേപോലെ നിറയെ പൂക്കളുണ്ടാകത്തുള്ളൂ. അപ്പം ഇതുപോലെ സൈഡിൽ കൂടെ പല പല ടൈപ്പ് റോസകളിങ്ങനെ അവിടം വരെ നിൽക്കുക. ഇതുപോലുണ്ടായിരുന്ന ഇത്രയും തന്നെ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നാണ് ഞാൻ ഇതുപോലെ തൈകളെല്ലാം വളർത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചട്ടിക്കകത്തൊന്നും വെച്ചിട്ടല്ല, അവരെനിക്ക് കുറച്ച് ഒരു പിടി ഇങ്ങനെ പറിച്ചു തന്നതാണ് നിലത്ത് നിന്നതിനകത്തുനിന്ന്. അതിനെയാണ് ഞാൻ ഇങ്ങനെ വളർത്തിയെടുത്തത്. ഇതുപോലൊക്കെ പാത്രങ്ങൾക്കകത്ത് നിൽക്കുമല്ലേ, ഇതിൽ നിന്ന് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവരെ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിവിടെ വെച്ചേക്കാം. കണ്ടോ, അവനവിടെ നിന്നോളൂ. പിന്നെ ഇത് കണ്ടോ, താഴേക്ക് ഈ മുകളിലൊക്കെ നിൽക്കുന്നതിൻ്റെ അത്ര നിറം താഴെയില്ല കണ്ടോ. കാരണം ഇവിടെ വെയിൽ കിട്ടുന്നത് കുറയുന്നത് കൊണ്ടാണ് കളർ കുറയുന്നത്. ഇതേ ചെടിയിൽ നിന്ന് തന്നെ ഞാൻ പറിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നട്ടുപിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് മണ്ണ് അല്ലെങ്കിൽ പോട്ടിംഗ് സോയിൽ, വളർത്താനുള്ള മീഡിയം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള മണ്ണ് പറമ്പിൽ നിന്ന് എടുത്തിട്ട് വരാവേ. ഇത്രയും മണ്ണിൻ്റെ ആവശ്യമേ നമുക്ക് പൊന്നാങ്കണ്ണി നടാനുള്ളൂ. അപ്പോൾ നമുക്ക് പൊന്നാങ്കണ്ണി ചീര നട്ടുപിടിപ്പിക്കാനുള്ള മണ്ണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഇളക്കമുള്ള മണ്ണ് തന്നെയാണ്. ഉണങ്ങിയ ഇലകളും പുല്ലും ഒക്കെ കിടക്കുന്നിടത്തുനിന്ന് കിട്ടുകയാണ്. ഇതുപോലെ പ്ലാസ്റ്റിക്കൊക്കെ കാണും, അതൊക്കെ നമ്മൾ മാറ്റിക്കോണം. അപ്പോൾ ഞാൻ ഈ മണ്ണിനെ ഈ കൊട്ടയ്ക്കകത്തോട്ട് ഇടുവാണേ. ഇതിനകത്ത് ചാണകപ്പൊടിയാണേ, കാണാവോ, കണ്ടോ. ചാണകപ്പൊടിയുടെ അളവ് നമുക്ക് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ജൈവ വളമാണല്ലോ. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഈ മണ്ണിനെ അങ്ങ് ഇടുവാണേ, കണ്ടോ. ഇട്ടിട്ട് നമുക്ക് കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിലൊന്ന് പെറുക്കി മാറ്റണം. മണ്ണര കണ്ടോ, എന്നാ മുട്ടനാ കണ്ടോ, പാമ്പ് പോലിരിക്കും. അപ്പം ഈ പുല്ലിൻ്റെയൊക്കെ പച്ചയാണെങ്കിൽ അത് മണ്ണിന് മുകളിൽ പൊങ്ങിയാണ് കിടക്കുന്നതെങ്കിൽ അവർ വീണ്ടും കിളുത്ത് വരും. അപ്പം ഞാൻ ആ കല്ലും കട്ടയൊക്കെ പെറുക്കി മാറ്റിയിട്ട് നമുക്ക് ചാണകപ്പൊടിയുമായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. അതുപോലെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമ്മൾ ഇതുപോലെ നടുന്നത് കൊണ്ടാണ് ഈ വളമൊക്കെ കൊടുക്കുന്നത്. പൊന്നാങ്കണ്ണി ചീരയ്ക്ക് കാര്യമായ വളപ്രയോഗമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് കുറച്ച് ഉമിയാണേ, മണ്ണിൻ്റെ ഇളക്കം നിലനിർത്തുന്നതിനാണ് ഉമി ഞാൻ ചേർക്കുന്നത്. മൊത്തം ഉമിയും ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ പേപ്പർ ഇതിനകത്ത് എടുത്തു വെച്ച് അതിൻ്റെ ചുവട് മുഴുവനും കണ്ടോ, ഇതുപോലത്തെ ഹോളാണ് വെള്ളം പോകാനുള്ളത്. അപ്പോൾ അതിൽ കൂടെ ഉമി താഴെ പോകാതിരിക്കാൻ ഞാൻ പേപ്പർ വെച്ച് കൊടുത്തതാണ്. ഇത് പിന്നെ ഒരു പിടി സ്റ്റെറാമിയിലാണേ. അപ്പോൾ ഞാനിത് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ, ഇതിൻ്റെ അത്യാവശ്യമൊന്നും ഇതിന് ഇല്ല. അപ്പോൾ ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കണം. നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ചകിരിച്ചോറ് ചേർക്കുന്നില്ല. ചകിരിച്ചോറിടുന്നത് ഒത്തിരി നല്ലതാണ്.
അപ്പം ഞാൻ ഇത് നല്ലോണം കൂട്ടി ഇളക്കിയതിന് ശേഷം കാണിക്കാവേ. ഇതുപോലെയുള്ള പാത്രത്തിനകത്താണ്, വെർട്ടിക്കൽ ഗാർഡനിന് ഉപയോഗിക്കുന്ന പാത്രമാണേ, അതിനകത്താണ് ഞാനിതിനെ നടാൻ പോകുന്നത്. പൊന്നാങ്കണ്ണി ചീരയ്ക്ക് ഒത്തിരി മണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ എനിക്ക് നിരത്തി നടാനും മണ്ണിനകത്ത് നടാനുമുള്ള ഇടയും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിനകത്ത് ഇത് കണ്ടോ, ഇതിൻ്റെ അടിവശത്ത് മുഴുവനും വെള്ളം വാർന്നു പോകാൻ ആവശ്യമായ ഹോൾസ് ഉണ്ട്, കണ്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉണങ്ങിയ ഇലകളെ ആദ്യം വെച്ചു. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണിൻ്റെ അളവും കുറയ്ക്കും, മണ്ണിൻ്റെ ഒരു നീർവാർച്ച സൗകര്യം ഉറപ്പാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന മണ്ണിനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഒരു മണ്ണര, അവനെ കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേക്കാം, ഉണ്ടോ. അപ്പം ഇതുപോലെ മണ്ണിട്ട് കൊടുത്തു. ഇത്രയും മണ്ണ് നിറച്ചെന്ന് പറഞ്ഞാലും ഇത് വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഇരുത്തം വരും. കാരണം ഇതിനകത്ത് നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്നത് ഉണങ്ങിയ ഇലകളാണ്. ഇങ്ങനെ നമ്മൾ മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് ഇതിനെ നല്ലതുപോലെ ഒന്ന് നനച്ച് കൊടുക്കണം, കണ്ടോ. ഇങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് നനച്ച് വെക്കുവാണേ. ഇനി നമുക്ക് ഇതിനകത്ത് നടാൻ ആവശ്യമായിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയുടെ തൈകളെ മുറിച്ചുകൊണ്ട് വരാം. ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ ആദ്യ ഭാഗത്തൊക്കെ നട്ടുപിടിപ്പിച്ചതാണ്. ഇതേ പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ പൂവൊക്കെ വന്നു തുടങ്ങിയാൽ നമുക്കിതിനെ കറി വെക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെടി നട്ടുപിടിപ്പിച്ച് ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കിന്, ഇപ്പോൾ ആദ്യമായിട്ട് നട്ടുപിടിപ്പിക്കുമ്പോഴൊക്കെയാണ് ഒരു 3 ആഴ്ച വരെയൊക്കെ എടുത്താലും കുഴപ്പമില്ല. ആ സമയത്ത് വരുന്ന നാമ്പുകൾ ഇത് കണ്ടോ, ഇതുപോലെ നിൽക്കുന്ന നാമ്പുകളെയാണ് നമ്മൾ മുറിച്ചെടുത്ത് തോരൻ വെക്കേണ്ടത്, കണ്ടോ. അതിപ്പോൾ പച്ചയുടെ ആണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ആർത്താർത്ത് വരും, അപ്പം നമ്മൾ വെട്ടിയെടുക്കണം. അതേസമയം ഇത് നമുക്ക് തോരൻ വെക്കാൻ കൊള്ളത്തില്ല, തണ്ടുകളും മൂത്ത് പോയിട്ടുണ്ട്, ഇലകളും മൂത്ത് പോയിട്ടുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ നിർത്തിയതിൻ്റെ ഉദ്ദേശം എനിക്കിത് ഇവിടെ കുറേ പാത്രങ്ങളിലേക്കും കൂടെ നട്ടുപിടിപ്പിക്കാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ വെട്ട്, കണ്ടോ. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഇതിന് വീണ്ടും വീണ്ടും നല്ല പോലെ ശിഖരങ്ങൾ വരികയും ചെയ്യും, നല്ല ഇളത്ത തൈകൾ ഉണ്ടാകുകയും ചെയ്യും. വേണമെങ്കിൽ നമുക്കിതിനെ ഒന്നും കൂടെ ഇതുപോലെ ചുവട്ടിൽ നിന്ന് മുറിച്ചിട്ടും നമുക്ക് നട്ടുപിടിപ്പിക്കാം, കേട്ടോ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് കമ്പുകളെ മുറിച്ചെടുത്ത് ഇതുപോലെ മൂത്തു പോയിട്ടുള്ള കമ്പുകളെ നമുക്ക് മുറിച്ചെടുത്ത് തൈകളാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ മുറിച്ചെടുക്കുന്ന തൈകളെ നമ്മൾ നട്ടുപിടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മണ്ണ് നിറച്ച് നനച്ച് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കമ്പ് ഉപയോഗിച്ചോ ഒക്കെ ഇതുപോലുള്ളൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് കണ്ടോ, ഇതുപോലത്തെ ഒരു ചീരയെ ഇതിനകത്തോട്ട് വെക്കുക. അതുപോലെ അടുത്ത ഹോളിലും ഇങ്ങനെ തന്നെ വെക്കാം. അത് ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമില്ല. കൂടുതൽ ചെടികൾ നമുക്കുണ്ടെങ്കിൽ 1 2 എണ്ണം ഒരുമിച്ച് വെക്കാം. അപ്പം ഞാൻ ഇവിടെ ഈ 2 എണ്ണം വീതം ഇതിനകത്ത് ഞാനൊരു 6 ചുവട് വെക്കുവാണ്. 6 ചുവടെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഓരോന്നങ്ങ് വെച്ചാൽ മതി, അവരങ്ങ് നല്ലപോലെ പെട്ടെന്ന് വളർന്നു വന്നോളും. പിന്നെ ഇത് നമ്മൾ ഇതുപോലെ നനയ്ക്കാതെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഈ കമ്പിനെ നമ്മൾ കുത്തി ഇറക്കുന്ന അവസരത്തിൽ ഇതിൻ്റെ സൈഡൊക്കെ ചതഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം നനച്ച് വെച്ചിട്ട് വേണം തൈകൾ നടാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണ് ചേർത്ത് വെച്ചാൽ അതൊന്ന് ഉറച്ച് നിന്നോളൂ, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പം അവരങ്ങ് ഉറച്ചോളും. അപ്പം ഞാൻ നട്ടതിന് ശേഷവും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ, ഇവരങ്ങ് കിളുത്തോളും. അപ്പോൾ ഞാൻ ഇതുപോലെ തൈകൾ 2 പാത്രത്തിനകത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അവിടെ കൊണ്ടുപോയി വെർട്ടിക്കൽ ഗാർഡനിലോട്ട് സെറ്റ് ചെയ്തിട്ട് വരാം. ഒരെണ്ണം നമുക്കിത് ഇവിടേക്ക് വെക്കാം. അപ്പം ഈ ഗേറ്റിൻ്റെ ഇത് പഴയൊരു ഗേറ്റാണേ, അതിൻ്റെ ഒരു പിടിയലോട്ട് കൊള്ളത്തക്ക രീതിയിൽ അങ്ങ് വയ്ക്കുക. ഇതിനെ നമുക്കിത് ഇതിൻ്റെ താഴെയും വെക്കാം, കണ്ടോ. ഇതുപോലെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഫിറ്റാക്കി വെച്ചാൽ മതി, അവിടെ ഇരുന്നോളും. അതുപോലെ ഈ നിൽക്കുന്ന കാലിപാത്രത്തിനകത്തെല്ലാം നമുക്ക് ഇതേപോലെ മണ്ണ് നിറച്ചിട്ട് പുതിയ തൈകളെ വെക്കണം. ഇതുപോലെ നമ്മളിങ്ങനെ നട്ട് വളർത്തി ഈ ചട്ടികൾക്കകത്തൊക്കെ വളർത്തുമ്പോഴാണ് ഒരു പ്രശ്നമുള്ളത്. നമ്മൾ സ്ഥിരമായിട്ട് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് മണ്ണിന് ഇരുത്തം വരും, കുറച്ച് മണ്ണൊക്കെ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകിയൊക്കെ പോകും. അങ്ങനെ ചുവട്ടിൽ മണ്ണില്ലാതെ വരുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പം ഇത് നടാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മണ്ണാണേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ശകലം ഇവിടേക്ക് ഇട്ട് കൊടുക്കുക. ആ തണ്ടിൻ്റെ മുകളിൽ കൂടെ മണ്ണ് വീണ് കഴിഞ്ഞാൽ ചിലപ്പം ഇതിനകത്തുനിന്ന് കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഭാഗത്തു നിന്നെല്ലാം നിറയെ തൈകൾ ഇതിനകത്തേക്ക് കിളുത്ത് വരികയും ചെയ്യും. ഇതിനും കൂടി ഇട്ട് കൊടുക്കാം, ഉണ്ടോ. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. ഇങ്ങനെ നമ്മൾ നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണം, മഴക്കാലത്തല്ലാത്ത സമയത്തൊക്കെ. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, വെള്ളം ചുവട്ടിൽ തങ്ങി നിൽക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇവർ
ചീഞ്ഞു പോകും. പിന്നെ കാര്യമായ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യം ഇത്തരത്തിലുള്ള ചീരകൾക്കില്ല. ഇനി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാസത്തിലൊരു 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ഏതെങ്കിലും സ്ലറി രൂപത്തിലുള്ള വളം, അത് ഞാനിവിടെ കൊടുക്കുന്ന വളം കാണിച്ചു തരാവേ. ഇത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് സ്ലറി വന്ന് വീഴുന്നൊരു സ്ഥലമാണേ. അപ്പോൾ അതിനകത്തുനിന്ന് ഞാനൊരു അരപ്പാത്രം, ഇത് നമുക്ക് ബാക്കി കൂടെ വെള്ളം ഒഴിച്ച് ഇതിനെ നിറയ്ക്കാവേ. കണ്ടോ? ഇനി ഇതുപോലെ നമ്മൾ നേർപ്പിച്ചെടുത്ത സ്ലറിയെ ചെടിയുടെ ചുവട്ടിലേക്ക് ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക. അതൊരു മാസത്തിൽ 1-2 പ്രാവശ്യം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇനി ഇതുപോലെ വളർന്നു വരുമ്പം ഓരോ 15 ദിവസം കൂടുമ്പോഴും, ഇതിപ്പം മുറിച്ചെടുക്കാൻ പാകത്തിനാണേ, 15 ദിവസം കൂടുമ്പോൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ട് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി തോരൻ വെക്കണം. ഇത് ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻ എ മാത്രമല്ല വൈറ്റമിൻ ബിയും സിയും ഒക്കെ ധാരാളം കാണുന്ന ഒരു ചീരയാണിത്. ഇനി ഇത്തരത്തിലുള്ള എല്ലാ ചീരകളിലും വിറ്റാമിൻ എ വളരെ കൂടുതലാണ്. അതുപോലെ വളരെ രുചികരമായ തോരൻ വെച്ചിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പരിപ്പ് ചേർത്തിട്ട് കറി വെക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇത് വളർത്തി നോക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ തീർക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ടെറസിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പാകമായിട്ടിരിപ്പുണ്ട്, അതും കൂടെ നമുക്ക് വിളവെടുത്തിട്ട് വരാം. നമുക്ക് ഈ പയറൊന്ന് വിളവെടുക്കാം. ഇത് നല്ല വയലറ്റ് നിറത്തിലുള്ള പയറാണേ. കണ്ടോ? 2 എണ്ണം. ഇതൊരെണ്ണം വിളഞ്ഞാണേ. പിന്നെ നമുക്കിത് എടുക്കാം. പറിച്ചെടുക്കുമ്പോൾ നമ്മളങ്ങ് ഒരുമിച്ച് പറിച്ചെടുക്കുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരേ അളവിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ ചെറുതും വലുതും എല്ലാം കൂടെ കൂട്ടി അങ്ങ് ഒരുമിച്ച് പറിച്ചോണം. കണ്ടോ ഇതിൻ്റെ നീളം? ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, കളറ് വയലറ്റാണെന്നറിയാം. അപ്പം ഇവിടെ ഒരു പാവയ്ക്കയുണ്ടേ, അത്ര വലുതൊന്നും ആയിട്ടില്ല. കണ്ടോ? ഇവിടെ ഒരു പാവയ്ക്കയുണ്ടേ. കണ്ടോ? 2 എണ്ണം കിട്ടി. ഇത് രണ്ടും കൂടെ ചേർത്താൽ നമുക്ക് സുഖമായിട്ടൊരു തോരൻ വെക്കാം. പിന്നെ ഇവിടെയൊക്കെ കണ്ടോ, ഇതുപോലെ കുറച്ച് പയറുകളുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് 5-6 എണ്ണം പറിച്ചെടുക്കുക. ഇനി ഒരു തോരൻ വെക്കാനുള്ളത് കിട്ടിയില്ലേ, നമുക്ക് ദോശ ഉണ്ടാക്കുമ്പം അതിനകത്ത് അരിഞ്ഞിട്ടാൽ തന്നെ നല്ലതാണ്. ഷുഗറൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ വെജിറ്റബിൾസ് അരിഞ്ഞിട്ടിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണേ. അപ്പം നമ്മുടെ പയറാകുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് വിഷമൊന്നും അടിച്ചിട്ടില്ല, കീടനാശിനികളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കീടനാശിനി എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ബിവേറിയയാണ്. അത് വിളവെടുക്കുന്നതിന് തലേദിവസം വരെ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല. ചുരക്കാ കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ടോ? അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങളാണ് ഉള്ളത്. ഇനി 5-6 വെണ്ടയ്ക്ക എടുക്കാനുണ്ട്, അതും കൂടെ നമുക്ക് വിളവെടുക്കാം. അപ്പം ഇവിടുന്ന് ഒരെണ്ണം കിട്ടി. ഇതൊരെണ്ണം. കണ്ടോ? ഇനി ഇത് നമ്മൾ സ്ട്രോബെറിയാണേ. അപ്പോൾ ഈ സ്ട്രോബെറിക്ക് നമുക്ക് കായകൾ ഉണ്ടാകാനാണെങ്കിൽ ഇതുപോലെ തൈകൾ ഉണ്ടായി വരുമ്പം അവരെ വളരാൻ അനുവദിക്കരുത്. ഇതിങ്ങനെ വളർന്നു വന്നാൽ, ഈ റണ്ണർ വളർന്നാൽ കായ്കൾ ഉണ്ടാകത്തില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ തൈകൾ വേണ്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവരെ വളരാൻ വിട്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ തൈകളാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ റണ്ണർ വരുന്നതിനെ മുറിച്ച് കളയുക, വളം ചെയ്യുക, ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു 2 പാത്രത്തിനകത്തുണ്ട്. അപ്പം ഇതിനകത്ത് കാടാണ് നിൽക്കുന്നത്, ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ഇതിനകത്തും കൂടെ നമുക്ക് സ്ട്രോബെറി ആക്കണം. അതിന് ഇതിലും കണ്ടോ റണ്ണർ വന്ന് തൈകളാകുന്നുണ്ട്. ഇവിടെ ഒരു എണ്ണമുണ്ട്. അതുപോലെ ഇവിടെ ഒരു 1-2 എണ്ണം കൂടി പറിച്ചെടുക്കാനുണ്ട്. എല്ലാം കൂടെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു തോരനുള്ളത് കിട്ടും. ഇതും കൂടെ എടുക്കാം. ഇതൊരിനം കാന്താരിയാണേ. അപ്പോൾ നമുക്കത് ഇതും കൂടെ ഒന്ന് വിളവെടുത്തേക്കാം, അല്ലെ ഇതിവിടെ നിന്ന് പഴുത്ത് പോകത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ മുളക് പഴുത്ത് കഴിയുമ്പോൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ചോട്ടിൽ വളവിട്ട് മൂടണേ. അപ്പം ഞാനിത് കാണിക്കുന്നില്ല, നിങ്ങൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തോണം. എങ്കിൽ മാത്രമേ പിന്നെയും നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 2-3 വെണ്ടയ്ക്കുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണേ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വിളവെടുപ്പ് നടത്തിയപ്പോഴും ഇതേന്ന് നമുക്ക് വെണ്ടയ്ക്ക കിട്ടി കേട്ടോ. അപ്പോൾ ഒരാഴ്ചയിൽ 2 ദിവസം വീതം ഒരു 5-6 എണ്ണം വീതം വിളവെടുക്കാനുള്ള വെണ്ടയ്ക്ക നമുക്ക് കിട്ടാനുണ്ട്. അതുപോലെ നമുക്ക് ഒരാഴ്ചത്തെ ആവശ്യത്തിന് കണ്ടോ, നല്ല ആവശ്യത്തിന് വലിപ്പമുള്ള നല്ല വെണ്ടയ്ക്കകളാണ്. ഇതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തതാണേ. മൂത്തുപോയി എന്നൊന്നും വിചാരിക്കാനില്ല. നമ്മൾ കഴിഞ്ഞ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസമേ ആയിട്ടുണ്ടായിരിക്കുള്ളൂ. അപ്പോഴും നമുക്ക് ഇതേപോലെ ഒരുമിച്ച് വിളവെടുക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ അങ്ങ് എടുക്കുവാണേ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കെല്ലാം ഒരേ പാകത്തിന് വിളവെടുക്കാനായിട്ട് പറ്റും. ഈ പയർ കണ്ടോ, ഇവിടെ ഒരു ചുവട് പയറുണ്ട്, ഒറ്റ ചുവടേ ഉള്ളൂ. അതിങ്ങനെ ഇതിൻ്റെ മേളിൽ കൂടെ പടർന്നിരിക്കുവാണേ. അപ്പം നമുക്ക്
അതും കൂടെ വിളവെടുത്തിട്ട് ഞാൻ കാണിക്കാം. ഈ തക്കാളിയിൽ കുറച്ച് തക്കാളികളുണ്ട്, പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കിന്നൊന്ന് വിളവെടുക്കാവേ. അപ്പോൾ ഈ ആഴ്ചത്തേന് നമുക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി കിട്ടും. ഇവിടെയുണ്ട് അതുപോലെ 1-2 എണ്ണം പഴുത്തത് മാത്രം നമുക്ക് വിളവെടുക്കാം. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മുകളിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് പഴുത്തത് മാത്രം വിളവെടുക്കാം. തക്കാളികളെല്ലാം പോയി തുടങ്ങി. ഇനി നമ്മൾ പുതിയത് വേണം വെച്ച് പിടിപ്പിക്കാൻ. ഈ ഒരു വിളവോടുകൂടി ഇതിൻ്റെ പരിപാടി തീരും. 1-2 വിളവെടുപ്പ് കഴിയുമ്പം തക്കാളി കണ്ടമാനം അങ്ങ് ആയി പോവുക ചെയ്യുന്നത്. എത്ര എണ്ണ ഞാൻ പറിക്കുന്നത് ഉണ്ടോ. ഇനി നമുക്ക് 2 വഴുതനങ്ങ എടുക്കാനുണ്ട്. ഇത് നമ്മുടെ ഒരു സാലഡ് കുക്കുംബറാണേ. ഉണ്ടോ, അത് കിട്ടി. ഇവിടെ ഒരു പാവയ്ക്കുണ്ടേ. ഇതൊരു കുഞ്ഞാണേലും വിളഞ്ഞതാണ്, എടുക്കാം. ഇനി ഇവിടെ 2 വഴുതനങ്ങ വിളവെടുക്കാനുണ്ടേ. ഒരെണ്ണം, അതുപോലെ ദേ ഇവിടുന്നും ഒരെണ്ണം, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിളവെടുത്തപ്പം ഇത്രയും തക്കാളി കിട്ടിയിട്ടുണ്ട്, കുറച്ച് വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്, കുറച്ച് വയലറ്റും പച്ചയും കൂടെ പയർ കിട്ടിയിട്ടുണ്ട്, കുറച്ച് മുളക് കിട്ടിയിട്ടുണ്ട്, 2 വഴുതനങ്ങ കിട്ടി, ഒരു സാലഡ് കുക്കുംബർ കിട്ടി, കുറച്ച് പാവയ്ക്ക കിട്ടി. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.